ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര, ഡെന്റൽ സർജനാണ്. പല്ലുകളിൽ നിന്ന് കമ്പി വരിയ ശേഷം ഡോക്ടർ റീറ്റെയിനർ നൽകുമല്ലോ. ഇതിനെക്കുറിച്ച് നിർബന്ധമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചെറുതാക്കി പറയുന്ന ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ. ആദ്യം തന്നെ റീറ്റെയിനർ പുതിയതായി കിട്ടുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഉമിനീര് കൂടുതലായി വരിക, വർത്തമാനം ശരിയാവാതിരിക്കുക, അതുപോലെ ചില സമയത്ത് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള റീറ്റെയിനേഴ്സ്. നമ്മുടെ വായിലൊരു വസ്തു വെച്ച് കഴിഞ്ഞാൽ അത് ഫുഡാണെന്ന് തെറ്റിദ്ധരിച്ച് ബ്രെയിൻ സിഗ്നൽ കൊടുക്കുന്നത് കാരണമാണ് ഉമിനീര് കൂടുതലായി വരുന്നത്. ഇത് കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാവുമ്പോൾ തനിയെ കുറയുന്നതായിരിക്കും. ഇത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. 2 ആഴ്ച മുതൽ 1 മാസത്തിനുള്ളിൽ കുറയുന്നതാണ്. ഇതേപോലെ തന്നെയാണ് ഭയങ്കരമായിട്ട് ഫിറ്റ് ആയിട്ടുള്ളതും. അത് കുറച്ച് നാൾ നിങ്ങൾ കമ്പി ഊരിയ ശേഷം ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ നമ്മൾ റീറ്റെയിനർ കിട്ടുന്നത്, ആ ഒരു ഗ്യാപ്പിൻ്റെ സമയത്ത് നിങ്ങളുടെ പല്ല് നീങ്ങിയത് കൊണ്ട് സംഭവിച്ചതാണ്. എന്നാൽ നിങ്ങൾ ശരിയായ റീറ്റെയിനർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ല് പഴയ പൊസിഷനിൽ എത്തുകയും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിറ്റ് കിട്ടുന്നതാണ്. സംസാരം, ഉമിനീരും കൂടുതൽ വരുന്നതും എല്ലാം തന്നെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ടൈം എടുത്ത് റെഡി ആവുന്നതാണ് കേട്ടോ. രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും ഊരി വെക്കേണ്ട റീറ്റെയിനർ ഊരി വെക്കേണ്ടതാണ്. അതായത് നമ്മുടെ ക്ലിയർ റീറ്റെയിനറും ഒറ്റക്കമ്പി അല്ലെങ്കിൽ ഹോളിസ് റീറ്റെയിനറും. ഇനി നിങ്ങൾക്ക് ഫിക്സഡ് അല്ലെങ്കിൽ FLR ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ കുറച്ച് ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപാട് ഹാർഡ് ആയിട്ടുള്ളതെല്ലാം ഈ ഭാഗം വെച്ച് കടിച്ച് പൊട്ടിക്കാതിരിക്കുക. സ്റ്റിക്കി ആയിട്ടുള്ളത് കഴിച്ചാൽ, സ്വീറ്റ്സ് കഴിച്ചാൽ ഉടനെ തന്നെ വായ നന്നായി വൃത്തിയാക്കുക. ആ കമ്പിയുടെ ഭാഗങ്ങളെല്ലാം പൊട്ടുണ്ടോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ എന്നും ബ്രഷ് ചെയ്ത് വൃത്തിയാക്കേണ്ടതാണ് കേട്ടോ. ഇനി ഊരിയെടുക്കുന്ന റീറ്റെയിനർ ഇടുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ, ക്ലീൻ ചെയ്യുമ്പോൾ, സ്പോർട്സിന് എന്തെങ്കിലും പോകുന്ന സമയത്തല്ലാണ്ട് എല്ലാ സമയത്തും ഇത് ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ പല്ലുകൾ വൃത്തിയാക്കുന്നത് പോലെ തന്നെ റീറ്റെയിനറും നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വൃത്തിയിൽ കഴുകാൻ പറഞ്ഞതുകൊണ്ട് ചൂടുവെള്ളത്തിലിട്ട് ആരും കഴുകരുത് കേട്ടോ. അങ്ങനെ കഴുകിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റീറ്റെയിനറിൻ്റെ അളവ് മാറുന്നതായിരിക്കും. റീറ്റെയിനർ പ്രത്യേകം ഒരു കേസിൽ തന്നെ എടുത്തു വെക്കാൻ, അതായത് ചെറിയൊരു ബോക്സ് പോലത്തെ എന്തെങ്കിലും എപ്പോഴും നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. കാരണം ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ടിഷ്യൂവിൻ്റെ ഒപ്പം ചുരുട്ടിയിട്ട് ടിഷ്യൂ കളയുന്നതിൻ്റെ ഒപ്പം റീറ്റെയിനർ കളയുക, ഇല്ലെങ്കിൽ അവരുടെ പെറ്റ്സ് റീറ്റെയിനർ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങളൊരു നല്ലൊരു ബോക്സിലാക്കി എടുത്തു വെക്കുന്നതാണ് കേട്ടോ. ഇനി നിങ്ങളുടെ റീറ്റെയിനർ ലൂസ് ആയാലും ടൈറ്റ് ആയാലും ഒറ്റക്കമ്പി ആണെങ്കിൽ നമുക്ക് ശരിയാക്കാൻ പറ്റും. ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തി നമുക്ക് റെഡിയാക്കാം. ഒറ്റക്കമ്പി പൊട്ടിയാലും റിപ്പയർ ചെയ്യാൻ പറ്റും. എന്നാൽ ക്ലിയർ റീറ്റെയിനറിന് റീപ്ലേസ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങളുടെ ഡോക്ടറിനെ നേരിട്ട് കാണുക. ഒരുപാട് ടൈറ്റ് ഉള്ളതും ഒരുപാട് ലൂസുള്ള ഒറ്റക്കമ്പിയും ഇടരുത്. ഇനി കുറച്ച് നാൾ ഫുൾ ടൈം റീറ്റെയിനർ ഇട്ട് കഴിഞ്ഞാൽ ഡോക്ടർ ഉറപ്പായിട്ടും നൈറ്റ് വിയർ പറയുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾ രാവിലെ ഇത് ഊരി വെക്കുന്നത് തന്നെ വെള്ളത്തിൽ വേണം ഊരി വയ്ക്കാൻ. അത് നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളത്തിൽ. ഇല്ലെങ്കിൽ നിങ്ങളുടെ റീറ്റെയിനറിൻ്റെ അളവ് മാറാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ, കാറിൽ, സ്റ്റൗവിൽ, ഹീറ്ററിൽ, ഇവിടെയൊന്നും റീറ്റെയിനർ വെക്കരുത്. ഇതെല്ലാം അളവ് മാറാൻ കാരണമാവുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.